ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഈ സംസ്ഥാനത്തെ ജനങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിച്ച വിഷയങ്ങൾ ആ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാൻ ആഗ്രഹിച്ചു. ഉദാഹരണത്തിന് 5 മാസമായി ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ്. പാലക്കാട്ടെ നെൽകർഷകരുടെ നെല്ല് സംഭരണം പ്രതിസന്ധിയിലാണ്. ADM നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ അല്ലെങ്കിൽ മരണം സർക്കാർ ജീവനക്കാർക്കിടയിലും മനുഷ്യത്വമുള്ള മനുഷ്യർക്കിടയിലും കേരളത്തിലെ ഗവൺമെൻറ്റിനോട് ആ പ്രതികളെ സംരക്ഷിക്കുന്ന സംവിധാനത്തോടുള്ള വെറുപ്പ് അതൊരു വിഷയം ആയണം എന്നുള്ളത് ഞങ്ങൾ ആഗ്രഹിച്ചു. വയനാട് ദുരിതം, ആ ദുരിതത്തിൽ അകപ്പെട്ട ആളുകൾക്ക് യാതൊരു സഹായവും നൽകാത്ത കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ സമീപനം അവിടെ രാഷ്ട്രീയ വിഷയമായി ചർച്ച ചെയ്യണം. വിലക്കയറ്റം ചർച്ച ചെയ്യണം. PSC റാങ്ക് ഹോൾഡേഴ്സ് വലിയ തോതിലാണ് രാഹുലിനെ പിന്തുണച്ചത്. ഞങ്ങൾക്ക് അവരുടെ എല്ലാം വോട്ട് കിട്ടി. ആ വോട്ടെല്ലാം കൂടെ ചേരുന്നതാണ് ഈ 18,000. നിങ്ങൾ ചില പേരുകൾ പറഞ്ഞിട്ട് LDF അവർ പറഞ്ഞ ചോദ്യം നിങ്ങൾ അവർക്ക് വേണ്ടി ചോദിക്കണം. അവരിപ്പോൾ ഞങ്ങളോട് ചോദ്യം ചോദിക്കാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അവരുടെ വോട്ട് ഇവരുടെ വോട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയ വോട്ട് നെല്ല് കർഷകരുടെ വോട്ടാണ്, പെൻഷൻ കിട്ടാത്തവരുടെ വോട്ടാണ്, PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ വോട്ടാണ്, നവീൻ ബാബുവിനെ പോലുള്ള ആളുകളെ കൊല്ലുന്ന അധികാരത്തിൻ്റെ അഹന്തയ്ക്കെതിരായിട്ടുള്ള വോട്ടാണ്, വയനാട് ദുരിതബാധിതരെ കാണാതെ പോകുന്ന അവരിപ്പോഴും ദുരിത ആശ്വാസ ക്യാമ്പുകളിലോ അല്ലെങ്കിൽ അവരെ താൽക്കാലിക സംവിധാനത്തിലോ കഴിയാൻ വിധിക്കപ്പെട്ട സംവിധാനങ്ങൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കെതിരായിട്ടുള്ള വോട്ടാണ്. അപ്പോൾ ഈ വോട്ടുകളാണ് നമുക്ക് കിട്ടിയത്. അതിനെ മറയ്ക്കാനാണ് കത്ത് വിവാദം, പെട്ടി വിവാദം, സ്പിരിറ്റ് വിവാദം, വ്യാജ വോട്ട് വിവാദം, പരസ്യ വിവാദം, ഇതെല്ലാം ഇത് ചർച്ച ചെയ്യരുതെന്നുള്ളതാണ്. പക്ഷേ ജനങ്ങൾ എത്ര പൊളിറ്റിക്കലി അവെയറാണ്, ഡെമോക്രാറ്റിക്കലി അവെയറാണ്. ഈ പാഠം കൂടി CPM-ന് 26-ലെ ഇലക്ഷന് മുമ്പ് BJP-ക്കും പാലക്കാട്ടെ ജനങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പാഠം പഠിക്കാൻ തയ്യാറായാൽ അവർ ഈ 3-ാം സ്ഥാനം എന്നുള്ളത് മെച്ചപ്പെടില്ലെങ്കിൽ അവർ ഇപ്പോൾ കളിക്കുന്ന അപകടകരമായ കളി കേരള രാഷ്ട്രീയത്തിൽ അവരെ 3-ാം സ്ഥാനത്ത് എത്തിക്കും. 26-ൽ ഞങ്ങൾ 1-ാം സ്ഥാനത്ത് വരും. ഈ അപകടകരമായ കളിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ കേരള രാഷ്ട്രീയത്തിലെ 3-ാം സ്ഥാനത്തിലേക്ക് അവരാൽ തന്നെ എത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനകത്തേക്ക് BJP-ക്ക് സ്പേസ് കൊടുക്കുകയാണ് എന്നാണ് പറയുന്നത്. അല്ല, ഇവരുടെ രണ്ടുപേരുടെയും ഭാഷ ഒരുപോലെയല്ലേ? എന്തായിരുന്നു, എന്തൊരു നാണക്കേടാ. നോക്കൂ, ഒരേപോലെ സംസാരിക്കുകയാണ്. മറ്റേ സിനിമയെ കണ്ടില്ലേ, സൈക്കിളിന്റെ പുറയിലും ചവിട്ടുന്ന ആളെന്ന് പറഞ്ഞു, ചേട്ടൻ്റെ ശബ്ദം തന്നെയാണ് എനിക്കെന്ന് പറയുന്ന പോലെയാണ്.